അതും കവിഞ്ഞ് ചില ആളുകൾ അനുഷ്ഠാനങ്ങളും ഉപേക്ഷിച്ചു ആചാരങ്ങളിൽ കുടുങ്ങി കിടക്കുന്നു. അങ്ങനെയുമുണ്ട്. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു മരണം നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തഖ്വയ്ക്കും അനുഷ്ഠാനത്തിനും വിശ്വാസങ്ങൾക്കും അപ്പുറം ആചാരത്തിന് വലിയ പ്രാധാന്യമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാമികമായി ഏത് രീതിയിലാണ് അവിടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നതിന് കൃത്യമായ അധ്യാപനമുണ്ട്. എന്നാൽ നമ്മൾ ചടങ്ങുകൾ കൃത്യമായി ചെയ്യും. 3-ാം ഫാത്തിഹ നടത്തും, 10 നടത്തും, 40 നടത്തും, ആണ്ട് നടത്തും. ഇതെല്ലാം ചടങ്ങുകളാണ്. ഇസ്ലാമിൽ അത്ര പ്രാധാന്യമുള്ള അനുഷ്ഠാനങ്ങൾ പോലുമല്ല. ഇതൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ ഇതിന് വലിയ പ്രാധാന്യമാണ്. ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി ചെയ്യും. എന്തുകൊണ്ടാണ് അവര്? എന്നാൽ നമസ്കാരം അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ومن أحسن قولا ممن دعا إلى الله. بسم الله الرحمن الرحيم. وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. وقال النبي صلى الله عليه وسلم: إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم وأعمالكم. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനവും സന്തോഷവും കനിഞ്ഞരുളുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എല്ലാം അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരീ സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ സന്നിധാനത്തിൽ ഒത്തുചേർക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈദുൽ ഹജ്ജിന്റെ ദിനരാത്രങ്ങൾ അവസാനിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ പല പല നാടുകളിലേക്ക് ഹാജിമാർ ഹജ്ജിന്റെ അമലുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാനൊരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശവ്വാലും ദുൽഖഅദും പിന്നിട്ട് 2 മാസങ്ങൾക്ക് ശേഷം ദുൽഹജ്ജ് കടന്നു വന്നു. ഈ ദുൽഹജ്ജും റമളാനും എല്ലാം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ ആത്മീയമായ ക്യാമ്പിന്റെ മാസങ്ങളാണ്. ഉദ്ഹിയ എന്ന് പറയുന്ന വളരെ പ്രാധാന്യപൂർവമായ ഒരു അനുഷ്ഠാനം നമ്മളെ ബലിപെരുന്നാളിനോടനുബന്ധമായി നിർവഹിച്ച് അത് വിതരണം ചെയ്ത് അത് ആഘോഷിച്ച് നാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ബലിമാംസമെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ചോർന്നു പോകേണ്ട ഒരു കാര്യമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഏത് ഇബാദത്തുകളും, ഏത് അനുഷ്ഠാനങ്ങളും, ഏത് ആരാധനകളും, ആ ആരാധനകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ആ ആരാധനകൾക്ക് വേണ്ടിയല്ല. നോമ്പ് പിടിക്കുന്നത് നോമ്പെടുക്കാൻ വേണ്ടിയല്ല, നമസ്കരിക്കുന്നത് നമസ്കരിക്കാൻ വേണ്ടിയല്ല, ഉദ്ഹിയ കൊടുക്കുന്നത് ഉദ്ഹിയയ്ക്ക് വേണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്.
ഒരു പോലീസുകാരൻ തന്റെ സർവീസിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം നിർവഹിക്കുവാൻ സാധിക്കുന്നത്, തന്റെ സേവനം ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് നൽകുന്നത് ഒരു കാലഘട്ടത്തിലെ സുദീർഘമായ ട്രെയിനിങ്ങിന്റെ ക്യാമ്പിന്റെ ഒക്കെ പരിണിത ഫലമാണ്. നമ്മൾ ഇവിടേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പോലീസ് ക്യാമ്പുകളിൽ നടത്തപ്പെടുന്ന ട്രെയിനിങ്ങുകൾ എത്രമാത്രം ത്യാഗപൂർണമായ പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഒരു പോലീസുകാരൻ രൂപപ്പെടുന്നത്. ഒരു ഡോക്ടറിന്റെ ഏറ്റവും മികച്ച സർവീസ് ജനങ്ങൾക്ക് ലഭിക്കുന്നത് MBBS പഠന കാലഘട്ടത്തിന് ശേഷം വീണ്ടും PG ചെയ്ത് അതിനുശേഷം ട്രെയിനിങ്ങും റീഫ്രഷ്മെന്റ് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം രംഗത്തേക്ക് വരുമ്പോ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു ഡോക്ടറിനെ ലഭിക്കുന്നു. ഏതൊരു മേഖലകളാണെങ്കിലും അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ക്യാമ്പുണ്ട്, ഒരു ട്രെയിനിങ് ഉണ്ട്, ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനത്തിന് ശേഷമാണ് ഓരോ നല്ല വ്യക്തിത്വങ്ങളും നല്ല സേവനങ്ങളും ആ സേവനങ്ങളുടെ ദാതാക്കളും പിറവിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരു സത്യവിശ്വാസിക്കും വേണ്ടേ ഒരു പരിശീലനം, ഒരു സത്യവിശ്വാസിക്കും വേണ്ടേ ഒരു ക്യാമ്പ്. അതാണ് റമദാനും ദുൽഹജ്ജും എല്ലാം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ അനുഷ്ഠാനങ്ങളെല്ലാം ആ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിസ്കരിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, നോമ്പെടുക്കുന്നത് നോമ്പെടുക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞപ്പോൾ നോമ്പും നമ്മളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു. അല്ല, നിസ്കരിക്കുന്നവൻ നിസ്കാരത്തോടുകൂടി അവസാനിക്കുന്നതല്ല നിസ്കാരവുമായിട്ടുള്ള ബന്ധം. ഒരു ഹാജി ഹജ്ജിന്റെ ആ സീസണുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഹജ്ജിന്റെ അമലുകൾ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളുമായി ഹജ്ജിന്റെ അമലുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഈ അനുഷ്ഠാനങ്ങളുടെ അന്തസത്തയെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ പേര് തഖ്വ എന്നാണ്. ഏത് അനുഷ്ഠാനത്തിലാണ് തഖ്വയെ പറ്റി അല്ലാഹു പറയാത്തത്? നാം ഇപ്പോൾ നൽകിയ ഉദ്ഹിയ എന്ന അമലിന്റെ അനുഷ്ഠാനത്തിന്റെ അടിസ്ഥാന കർമ്മം ലയനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു ആ ബലിമൃഗങ്ങളുടെ മാംസങ്ങളോ രക്തങ്ങളോ ഒന്നുമല്ല അല്ലാഹുവിന് ആവശ്യം. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള തഖ്വയാണ് അല്ലാഹുവിന് വേണ്ടത്. അപ്പോൾ ഉദ്ഹിയയുടെ ലക്ഷ്യം തഖ്വ. പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുൽഹജ്ജിലേക്ക് വന്നത്. നോമ്പിലും അല്ലാഹു പറഞ്ഞു ഇതേ ലക്ഷ്യം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടി. തഖ്വ, നോമ്പിലും തഖ്വ, ഉദ്ഹിയയിലും തഖ്വ. ഒരു ഹാജിയോട് അല്ലാഹു പറഞ്ഞു ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. വതസവ്വദൂ, ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നിങ്ങൾ നിർവഹിക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വത്ത് എന്ന് പറയുന്നത് തഖ്വയാണ്. ഹജ്ജിനും തഖ്വ, നോമ്പിനും തഖ്വ, ഉദ്ഹിയയ്ക്കും തഖ്വ. വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ, ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ തഖ്വയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ ഇബാദത്തും, നമസ്കാരം അനുഷ്ഠിക്കുന്നു. നിസ്കാരം എന്ന് പറയുന്നത് കേവലമായ ഒരു കുനിഞ്ഞു തോന്നുന്ന അനുഷ്ഠാനമല്ല, ഒരു ചടങ്ങല്ല. അതിന്റെ പിന്നിലും തഖ്വയാണ് എന്ന് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സലാത്തു ഇമാദുദ്ദീൻ,
നിസ്കാരം ദീനിന്റെ തൂണാണ്. ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ. നിസ്കാരം നിലനിർത്തിയവൻ ദീനിനെ നിലനിർത്തിയിരിക്കുന്നു. വമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരത്തെ പൊളിച്ചു കളഞ്ഞവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് പറയുന്നത് ഒരു പരിശീലനമാണ്. നിസ്കാരത്തിന് വേണ്ടി നാം അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുന്നു. അല്ലാഹു അക്ബർ. ഇതിന് പറയുന്ന പേര് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ്. നേരത്തെ വരെ നമുക്ക് അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും നിസ്കാരത്തിൽ ഹറാമാണ്. നിസ്കാരത്തിന് മുമ്പ് നമുക്ക് സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നു. നിസ്കാരത്തിൽ സംസാരിച്ചുകൂടാ. നിസ്കാരത്തിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. നമസ്കാരത്തിൽ ഭക്ഷണം കഴിച്ചുകൂടാ, വെള്ളം കുടിച്ചുകൂടാ. ഇങ്ങനെ നിസ്കാരത്തിന് മുമ്പ് അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അച്ചടക്കമുള്ള ഒരു ദാസനായി പടച്ചവന്റെ മുമ്പിൽ കൈകെട്ടി ഒരു സത്യവിശ്വാസം നിൽക്കുന്നതിലൂടെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഞാൻ അച്ചടക്കമുള്ള ഒരു മുസ്ലിമായി ജീവിക്കുമെന്ന്. ഞാൻ അച്ചടക്കമുള്ള രീതിയിൽ അല്ലാഹു കൽപ്പിച്ച നിർബന്ധമായ ഫറായിദുകളെ പൂർത്തീകരിക്കുമെന്ന്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പൊ ഞാൻ ആവർത്തിക്കുന്നു, നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല. നോമ്പ് എടുക്കുന്നത് നോമ്പെടുക്കാൻ മാത്രമല്ല, കേവലമായ ഒരു പട്ടിണി കിടക്കലല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ അനുഷ്ഠാനങ്ങൾ കൊണ്ട് തീരുന്നതല്ല. ഹജ്ജ് ഉദ്ഹിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ആ മാംസങ്ങൾ അവസാനിക്കുന്നതിലൂടെ അവസാനിക്കുന്നതല്ല. ഉദ്ഹിയ എന്ന് പറയുന്നത് അവശേഷിക്കണം. തഖ്വ. എന്താണ് തഖ്വ? നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കേണ്ടതാണ് തഖ്വ. എന്താണ് തഖ്വ? തഖ്വയ്ക്ക് പലരും അർത്ഥം പറയും. ഭക്തി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ മലയാളത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ പിന്നെ കാറിലോ പോകുമ്പോ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ ഏതെങ്കിലും പള്ളിയുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോ ഇങ്ങനെ തൊട്ടു തൊഴുകുന്നത് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ എന്ത് പറയും? ആ മനുഷ്യൻ ഒരു ഭക്തനാണ് എന്ന് പറയും. ഒരു ഭക്തി ഉണ്ട് ആ മനുഷ്യനെ എന്ന് പറയും. ഭക്തി അല്ലെങ്കിൽ സന്യാസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഭക്തി. ഭക്തി കൂടിയാൽ ഒരാൾ എന്തായി മാറും? വേണമെങ്കിൽ സന്യാസിയായി മാറും. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഭക്തി ഇല്ലല്ലോ. ഇസ്ലാമിൽ സന്യാസമില്ല. നിങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും മലയിലോ കാട്ടിലോ പോയി ഇങ്ങനെ മൂടിപ്പുതച്ചിരിക്കണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നില്ലല്ലോ. നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യരുടെ സുഖദുഃഖങ്ങളിൽ, മനുഷ്യരുടെ സാമൂഹികമായ വ്യതിയാനങ്ങളോടൊപ്പം ജീവിക്കണമെന്നാണ്. ആ ജീവിച്ചുകൊണ്ട് അനുസരിക്കണം. ഭക്തി എന്നതല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് തഖ്വ? നമ്മൾ പറഞ്ഞല്ലോ, ഇബാദത്തുകളുടെ ആരാധനകളുടെ എല്ലാം ലക്ഷ്യം തഖ്വയാണ് എന്ന് പറഞ്ഞു. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു കുന്നിലേക്ക് കയറി പോവുകയാണ്. ഒരു കുന്നിലേക്ക്, ശക്തമായ ഒരു വനത്തിന്റെ ഇടയിലൂടെ. അവിടെ നിന്നെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നീ എത്ര ജാഗ്രതയോടുകൂടി യാതൊരു അപകടങ്ങളിലും പെടാതെ ഒരു വനമേഖല, ഭയരഹിതമായ, നല്ല ഭയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭയാനകമായ ഒരു വനമേഖല എങ്ങനെയാണോ നീ അതിജയിക്കുന്നത്, അതിൽ നീ പുലർത്തുന്ന ജാഗ്രത എത്രത്തോളം ഉണ്ടോ, ഈ ജാഗ്രത പോലെയാണ് തഖ്വയുടെ കാര്യം. നമ്മളൊരു വലിയൊരു കുന്നിലേക്കുള്ള ഒരു യാത്രയിലാണ്, പരലോകത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ഈ ജാഗ്രത നാം കൈവരിക്കണം എന്നതാണ്. ഹലാല് ഹറാമുകൾ ശ്രദ്ധിക്കണം എന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണമെന്നാണ്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി ളാഹിറൻ വബാത്തിന എന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഇംതിസാലു അവാമിരില്ല, അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണം, അതാണ് തഖ്വ. വജ്തിനാബു നവാഹിഹി, അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഇതാണ് തഖ്വ. വളരെ ലളിതമായി പറഞ്ഞാൽ തഖ്വ ഇതാണ്. ഈ തഖ്വ ഉണ്ടാകാനാണ് നമസ്കരിക്കുന്നത്, ഈ തഖ്വ ഉണ്ടാകാനാണ് നമ്മൾ ഉദ്ഹിയ നിർവഹിച്ചത്, ഈ തഖ്വ ഉണ്ടാകാനാണ് ഹജ്ജ് ചെയ്തത്.
ആ തഖ്വയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നോമ്പെടുത്തത്. ഇങ്ങനെ അനുഷ്ഠാനങ്ങളുടെ എല്ലാം അന്തസ്സത്ത തഖ്വയാണ്. ഇതൊരു, ഞാൻ അതാണ് ആവർത്തിക്കുന്നത്, ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരു പരിശീലനമാണ്, മുഅ്മിനിന്റെ പരിശീലനമാണ്, മുഅ്മിനിന്റെ ക്യാമ്പാണ് റമദാൻ, മുഅ്മിനിന്റെ ട്രെയിനിങ് ആണ് ദുൽഹജ്ജ്, മുദ്ഹിയ എന്നുമെല്ലാം പറയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളുമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം പാലിക്കേണ്ടവരാണ്. ആരാണ് മുത്തഖി? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു ആദ്യ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് മുസ്ലിമീങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നത്. പിന്നീട് ഇസ്ലാമിന്റെ നിയമം കഅബയിലേക്ക് ഖിബലയെ നിർണയിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന സൂറത്തുൽ ബഖറയിൽ ഈ പശ്ചാത്തലത്തിൽ അല്ലാഹു പറയുന്നതാണ്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും തിരിഞ്ഞു നിന്നു എന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല നന്മ എന്ന് പറയുന്നത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. പിന്നെ നന്മ എന്ന് പറയുന്നത് അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട്, വമൻ ആമന ബില്ലാഹി വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യദിനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, സമ്പത്തിനെ കൊടുത്തു വീഴുന്നു, ആ സമ്പത്തിനോട് നമുക്ക് ഇഷ്ടമുള്ളതിനോടൊപ്പം ബന്ധുമിത്രാദികൾക്കും, സാധുക്കൾക്കും, യാചകർക്കും, അടിമമോചനത്തിനും. അതെവിടെ നിന്ന് ആർജിക്കേണ്ടതാണ്? നിസ്കാരത്തിൽ നിന്ന് ഈ നന്മകൾ ആർജിക്കണമെന്നാണ്. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞാലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിന് വേണ്ടിയല്ലേ തിരിയുന്നത്? അള്ളാഹുവിന് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ആത്മീയവും സാമൂഹികവുമായ തലങ്ങളെയാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. വിശ്വാസം ആർജിച്ചുകൊണ്ട്, സമ്പത്തിനോട് ശ്രമമുള്ളതിനോടൊപ്പം, പ്രിയമുള്ളതിനോടൊപ്പം, നമുക്ക് പ്രിയപ്പെട്ട സമ്പത്ത് ബന്ധുമിത്രാദികൾക്ക്, വൽ മസാകീൻ, സാധുക്കൾക്ക്, വൽ യതാമ, അനാഥകൾക്ക്, വഫി റിഖാബ്, അടിമോചനത്തിന്, وفي الرقاب وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل. വഴിയിൽ യാത്രാ തടസ്സം, മുന്നോട്ട് പോകാൻ ഗതിയില്ലാതെ ഒരു മനുഷ്യൻ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ വആത്തൽ മാല അലാ ഹുബ്ബിഹി, നമുക്ക് പ്രിയമുള്ള സമ്പത്ത് കൊടുക്കണമെന്ന്. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. കൊടുത്തു വീടണം. എവിടെ നിന്ന്? നിസ്കാരത്തിൽ നിന്ന് നാം ആർജിക്കേണ്ട നന്മകളാണ്. അവർ അവരുടെ കരാറുകൾ പൂർത്തീകരിക്കണം. അവർ കരാർ ചെയ്തു കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ നിന്നും നാം ആർജിക്കേണ്ട നന്മയാണ്. എന്താണ്? കരാർ പൂർത്തീകരിക്കണം. നമ്മള് കരാർ പൂർത്തീകരണം എന്ന് പറയാൻ, നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞാൽ വാക്ക് പൂർത്തീകരിക്കണം. ഒരു കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ആ കരാറുകൾ പാലിക്കണം. അങ്ങനെ കരാർ പൂർത്തീകരണം, അത് നമസ്കാരത്തിൽ നിന്നും ഒരു സത്യവിശ്വാസി നേടിയെടുക്കേണ്ട നന്മയാണ്. والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء. ജീവിതത്തിന്റെ എല്ലാ സന്തോഷ സന്താപഘട്ടങ്ങളിലെല്ലാം തന്നെ ക്ഷമാവലംബിക്കുന്നവരാണ്. والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا. അവർ സത്യസന്ധരാണ്. وأولئك هم المتقون. അവരാണ് മുത്തഖീങ്ങൾ. അവൻ മുത്തഖിയാണെന്ന് നമ്മൾ പറയും. അവൻ മുത്തഖിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയുന്ന മുത്തഖി പള്ളിയിൽ നിരന്തരം എപ്പോഴും ദിക്റും തസ്ബീഹുമായിട്ടിരിക്കുന്ന ആളാണ്. നല്ല കാര്യമൊക്കെ തന്നെയാണ്.
പക്ഷേ തഖ്വയുടെ പല തലങ്ങൾ, ആത്മീയമായ തലങ്ങൾ, സാമൂഹികമായ തലങ്ങൾ എത്ര സമഗ്രമായിട്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ ബഖറയിൽ അവതരിപ്പിച്ചത്. ഒരു നമസ്കാരം ഒരു സത്യവിശ്വാസിയെ ഏതെല്ലാം മാറ്റങ്ങളാണ് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്ന് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോമ്പിലൂടെ നാം പട്ടിണി കിടക്കുന്നു, കേവലമായ പട്ടിണി കിടക്കണം. രണ്ട് കാര്യങ്ങൾ, അതിന്റെ ആത്മീയമായ തലം. ഞാൻ എന്തുകൊണ്ടാണ് ഈ പട്ടിണി കിടക്കുന്നത്? അള്ളാഹു പറഞ്ഞത് കൊണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും എന്റെ ജീവിതത്തിൽ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ഒരു പരിശീലനം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ പട്ടിണി കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ലോകത്ത്. ആ മനുഷ്യരെ ഒന്ന് ചേർത്ത് നിർത്താനുള്ള ഒരു സാമൂഹികമായ ഒരു താല്പര്യം. ഈ രണ്ട് കാര്യങ്ങൾ ഏത് ഇബാദത്തിലുമുണ്ട്. ഇത് തഖ്വയാണ്. നോക്കൂ, ഉദ്ഹിയ എന്ന് പറയുന്ന അമൽ നമ്മൾ നിർവഹിച്ചു. എന്താണ് ഉദ്ഹിയ? നമുക്ക് പ്രിയപ്പെട്ട സമ്പത്താണ് ബലികർമ്മത്തിലൂടെ നാം അത് പൂർത്തീകരിച്ചത്. പക്ഷേ അതിലൂടെ നാം ഒരു വലിയൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞ ഇതുപോലെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുമെന്നും മനുഷ്യരെ, സമൂഹത്തെ ഞാൻ ചേർത്ത് നിർത്തുമെന്നാണ്. ഇസ്ലാമിന്റെ ഇബാദത്തുകൾ, ആരാധനകൾ എത്ര മനോഹരമാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന തഖ്വ ഇതാണ്. അതുപോലെ തന്നെ തഖ്വയാണ് ഹലാൽ ഹറാമുകൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മളിൽ കൂടുതൽ മുഅ്മിനീങ്ങളും അനുഷ്ഠാനങ്ങളിൽ മാത്രം നമ്മുടെ ഇസ്ലാമിനെ ചുരുക്കി കാണുന്നു. നിസ്കരിക്കുക, റമദാൻ വരുമ്പോൾ നോമ്പെടുക്കുക, പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ഇതുകൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ ഇസ്ലാം എന്നൊരു തെറ്റിദ്ധാരണ. അനുഷ്ഠാനങ്ങൾക്കപ്പുറം ഇതിന്റെ എല്ലാം ഈ പറയപ്പെടുന്ന ആത്മീയവും സാമൂഹികമായ തലങ്ങളെ പറ്റി അന്വേഷിക്കുവാനോ അത് ജീവിതത്തിൽ സ്വായത്തമാക്കുവാനോ പ്രാവർത്തികമാക്കുവാനോ നാം ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഇസ്ലാം പൂർത്തിയായേനെ. നാം അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ലോകത്തിന് വലിയൊരു സന്ദേശമാകുമായിരുന്നു. അതും കവിഞ്ഞ് ചില ആളുകൾ അനുഷ്ഠാനങ്ങളും ഉപേക്ഷിച്ചു ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെയുമുണ്ട്. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു മരണം നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തഖ്വയ്ക്കും അനുഷ്ഠാനത്തിനും വിശ്വാസങ്ങൾക്കും അപ്പുറം ആചാരത്തിന് വലിയ പ്രാധാന്യമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാമികമായി ഏത് രീതിയിലാണ് അവിടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നതിന് കൃത്യമായ അധ്യാപനമുണ്ട്. എന്നാൽ നമ്മൾ ചടങ്ങുകൾ കൃത്യമായി ചെയ്യും. 3-ാം ഫാത്തിഹ നടത്തും, 10 നടത്തും, 40 നടത്തും, ആണ്ട് നടത്തും. ഇതെല്ലാം ചടങ്ങുകളാണ്. ഇസ്ലാമിൽ അത്ര പ്രാധാന്യമുള്ള അനുഷ്ഠാനങ്ങൾ പോലുമല്ല. ഇതൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ ഇതിന് വലിയ പ്രാധാന്യമാണ്. ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി ചെയ്യും. എന്തുകൊണ്ടാണ് അവര്? എന്നാൽ നമസ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഉദ്ഹിയയുടെ കാലഘട്ടത്തിൽ തന്നെ എന്നെ പല സുഹൃത്തുക്കളും വിളിച്ചിരുന്നു. ഉദ്ഹിയ നിസ്കരിക്കാത്തവർ ഉദ്ഹിയ കൊടുത്താൽ ഉദ്ഹിയ ശരിയാകുമോ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവരുമുണ്ട്. ഉദ്ഹിയ കൊടുത്താൽ ശരിയാകും. ഉദ്ഹിയ കൊടുക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് സംശയമില്ല. നിസ്കാരമില്ലെങ്കിലും ഉദ്ഹിയ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. ഉദ്ഹിയ കൊടുക്കുമ്പോഴും അവര് പിന്നെ മുടി മുറിക്കുകയില്ല, 10 ദിവസം നഖം മുറിക്കുകയില്ല, ഇതൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ ജീവിതത്തിൽ നിസ്കാരമില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയില്ല. സാമ്പത്തികമായ മേഖലകളിൽ പലിശ വന്നിട്ടുണ്ടാകും. ഹലാൽ ഹറാമുകൾ ശ്രദ്ധിക്കുകയില്ല. ഒരു മരണം വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ സമ്പത്തിനെ എങ്ങനെയാണ് വിഭജിക്കേണ്ടത് എന്നതിന്റെ തഖ്വയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഇത്ര സുവിക്തമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം വേറെ ഇല്ല. നിസ്കാരത്തില് ചില ഹദീസുകൾ എടുത്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ ഖുനൂത്ത് ഓതൂല, ചില ആളുകൾ ബിസ്മി ഉറക്കെ ഓതൂല. ഇതെല്ലാം ഉണ്ട്. അതെന്തുകൊണ്ടാണ്? സഹാബാക്കൾ മുതൽ ഇത് രണ്ടും ചെയ്ത ആളുകളുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അനന്തരാവകാശ നിയമങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ചുരുങ്ങിയ ആയത്തുകളിൽ വളരെ ഗംഭീരമായ അല്ലാഹു പഠിപ്പിച്ചൊരു നിയമമാണ് അനന്തരാവകാശ നിയമങ്ങൾ. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. നിസ്കാരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അനന്തരാവകാശത്തിലില്ല. ഈ അനന്തരാവകാശ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണോ നമ്മളിൽ മരണപ്പെട്ടവരുടെ സമ്പത്ത് വിഭജിക്കുന്നതല്ല. പഴയ ഹിന്ദു ആചാരം വെച്ചാൽ ഇളയ മകനെല്ലാം കൊടുക്കുക. അതെന്താ? അത് ആചാരം. വിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിമീങ്ങളായി നമ്മൾ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നതിനെല്ലാം പ്രായശ്ചിത്തമാണോ? മരിക്കുമ്പോൾ ഇപ്പോൾ ഉസ്താദിനെ വിളിച്ചു കൊണ്ടുപോയി ഒരു യാസീൻ ഓതിയാൽ അതിന് പ്രായശ്ചിത്തമാകുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല, അതൊക്കെ ചടങ്ങുകളാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ആർജിക്കേണ്ട തഖ്വ കൈവരിച്ചില്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഒരു ഫലവുമില്ല. എന്ന് മാത്രമല്ല ഇപ്പൊ ഒരു വീട് വെക്കുമ്പോഴും ചടങ്ങുകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കും. പക്ഷെ ആ വീട് നിർമ്മിച്ചത് എങ്ങനെയാണ്? അതിലെ ഹലാൽ ഹറാമുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഹലാലായ സമ്പത്ത് കൊണ്ടാണോ ആ വീട് നിർമ്മിച്ചത്? അപ്പോഴും ന്യായങ്ങൾ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ഒരുപക്ഷെ നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പലിശയുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലല്ലേ സമാധാനവും സന്തോഷവും ഉള്ളത് കൊണ്ട് ഏറ്റവും പരിമിതമായ ഒരു സാഹചര്യങ്ങളിൽ കടക്കാരുടെ വേട്ടയില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ എത്ര ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. എന്നാലും നമ്മൾ പറയും ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ പലിശയ്ക്ക് ലോൺ എടുക്കേണ്ടതെന്ന് ചോദിക്കും. തഖ്വ കൈവിടുന്നു, അനുഷ്ഠാനങ്ങൾ കൈവിടുന്നു, വിശ്വാസങ്ങൾ കൈവിടുന്നു, ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. വിവാഹം വന്നു കഴിഞ്ഞാൽ വിവാഹത്തിന്റെ നിയമങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത്, വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തഖ്വ അടിസ്ഥാനത്തിലാണോ? അല്ല, ആചാരം അനുസരിച്ചാണ്. ഈ നാട്ടിൽ എന്തൊക്കെ നടക്കും അതൊക്കെ നമ്മൾ ചെയ്യും. അതൊക്കെ കൃത്യമാണ്. കാരണം ആളുകൾ മോശം പറയരുത്, പടച്ചവൻ മോശം പറഞ്ഞാലും ഇസ്ലാമിക ശരീഅത്ത് മോശം പറഞ്ഞാലും നാട്ടുകാര് മോശം വരുത്തരുത്, പറയരുത് എന്ന് പറഞ്ഞ് എല്ലാ ചടങ്ങുകളും ആചാരങ്ങളും കൃത്യമായി നിർവഹിക്കും. ഇസ്ലാമിന്റെ മഹറിന് നമ്മുടെ വിവാഹങ്ങളിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇസ്ലാമിന്റെ മഹറിന് നമ്മുടെ വിവാഹങ്ങളിൽ എന്ത് പ്രാധാന്യമാണ്? തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളുമായിട്ട് എങ്ങനെയാണ് സ്പർശിക്കുന്നത്? മഹറിനെ തോൽപ്പിച്ചു സ്ത്രീധനം വന്നു. ഇസ്ലാമിക നിയമങ്ങൾ ലംഘിക്കപ്പെട്ടത് കൊണ്ട് ഉണ്ടായ ദുരന്തങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളുമായി തഖ്വ ബന്ധപ്പെടുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു ഭക്തിയല്ല, കേവലമായ ആചാരങ്ങളുടെ പേരല്ല. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പേരാണ് തഖ്വ. അത് നമ്മുടെ വിവാഹത്തിലുണ്ട്, നമ്മുടെ കച്ചവടത്തിലുണ്ട്. കച്ചവടം ചെയ്യുമ്പോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പത്തികമായ ഉപാധികൾ, ഉപജീവനത്തിന്റെ മാർഗങ്ങൾ അത് ശരിയാണോ തെറ്റാണോ, ഇത് ദീൻ പഠിപ്പിച്ചതാണോ? ഇന്ന് ഒരുപാട് മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ പുതിയത് വരുമ്പോൾ ഇതിലെ ഹലാൽ എന്താണ്, ഹറാം എന്താണ് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി ആ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് കച്ചവടത്തിൽ തഖ്വയാണ്. വിവാഹത്തിൽ തഖ്വയുണ്ട്, കച്ചവടത്തിൽ തഖ്വയുണ്ട്, വീട് വെക്കുന്നതിൽ തഖ്വയുണ്ട്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ തഖ്വ നമുക്ക് നൽകാനുള്ള പരിശീലനമാണ് നോമ്പ്. ഈ തഖ്വ നമുക്ക് ലഭിക്കുവാനുള്ള പരിശീലനമാണ് ദുൽഹജ്ജിന്റെ ഉദ്ഹിയ, അതിനുള്ള ഹജ്ജിന്റെ അമലുകൾ, അതാണ് നമസ്കാരം. ഇബാദത്തുകളുടെ എല്ലാം അന്തസ്സത്ത തഖ്വയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളോടെല്ലാം തഖ്വയെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ശരിയായ രൂപത്തിൽ പാലിക്കുക, അത് മനസ്സിലാക്കി അതറിയാൻ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി എല്ലാ മേഖലകളിലും നിങ്ങൾ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുവിൻ, നിങ്ങൾ ഏറ്റവും വലിയ ആബിദായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുവിൻ, ഏറ്റവും വലിയ ആബിദായി മാറും, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി. ഹറാമുകൾ ജീവിതത്തിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഫറായിദുകൾ ശ്രദ്ധിക്കണം, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ. അതിനുശേഷം അല്ലാഹു സുന്നത്താക്കിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തെ പരിശുദ്ധമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ. ഇപ്പൊ തഖ്വയ്ക്ക് ഒരു പ്രത്യേകമായ വേഷമില്ല. തഖ്വ ഒരു മുത്തഖി, ഒരു ഭക്തനൊരു വേഷം, അതൊന്നുമില്ല. അങ്ങനെയില്ല. തഖ്വയ്ക്ക് വേഷമില്ല, തഖ്വയ്ക്ക് സ്ഥലമില്ല. തഖ്വ എല്ലാ സന്ദർഭത്തിലും നീ എവിടെ എങ്ങനെ ആയിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. തഖ്വ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു വേഷമില്ല. വേഷത്തിൽ തഖ്വ ഉണ്ട്, പക്ഷേ തഖ്വയ്ക്ക് ഒരു വേഷം, അതിനൊരു പ്രത്യേകമായ വേഷം അങ്ങനെയില്ല. ഇന്ന വേഷം ധരിച്ച് നടക്കുന്നവർ അത് തഖ്വയാണ്, മുത്തഖിയാണ്, അങ്ങനെയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല,
നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. പിന്നെയോ വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയങ്ങളിൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളടക്കമുള്ള എല്ലാ മനുഷ്യരും സാധാരണക്കാരും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതന്മാരായി തീരുന്നത് തഖ്വയുടെ വസ്ത്രം നാം അണിയുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തഖ്വയാകുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുമെന്ന ഒരു പ്രതിജ്ഞയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ഇബാദത്തുകളിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കിയിട്ടുള്ള ശരിയായ തഖ്വ കൈവരിച്ചു അവസാന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്രയാകുന്നവരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള, ഇതറിയാത്ത ആരുമില്ല ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി. അല്ലാഹു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കുവിൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. ജുമുഅയ്ക്ക് ഖതീബ് മിമ്പറിൽ കയറുമ്പോ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്താലേ ആ ഖുത്ബ ശരിയാവൂ. ഊസീകും ഇബാദല്ലാഹ് വനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്, നിങ്ങളോടും എന്നോടും ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വസിയത്ത് ചെയ്യാൻ. ഇത് അടിക്കടി ഉണർത്തപ്പെടേണ്ട കാര്യമാണ്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും ദുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്നത്, ഇന്ന് 2 റക്അത്ത് ജുമുഅയുടെ നമസ്കാരം എന്ന് പറയും. 2 റക്അത്ത് കുറഞ്ഞാലും കുഴപ്പമില്ല, ഈ കാര്യം പറയണം. ഏതാ? തഖ്വ. 2 റക്അത്ത് കുറഞ്ഞാലും തഖ്വയെ പറ്റി പറയാതെ ഒരു ജുമുഅ പോലും ശരിയാവുകയില്ല എന്ന് പറഞ്ഞാൽ തഖ്വ മാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.